Once again, welcome to Facts About Hypnosis. ഒരാളെ എങ്ങനെയാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്? എല്ലാവർക്കും അതറിയാൻ അതിയായ ആഗ്രഹമുണ്ടാകും. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പല മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്സ്, റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡ്സ്, ഇൻസ്റ്റന്റ് ഇൻഡക്ഷൻ മെത്തേഡ്സ് എന്നിവയാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും ഇഫക്റ്റീവായതുമായ മെത്തേഡ് ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്സ് ആണ്. ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്സിൽ ആദ്യം സബ്ജക്റ്റിനെ ഒരു റിലാക്സേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അവരുടെ ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ആ റിലാക്സേഷൻ്റെ ആഴം കൂട്ടി അവരെ ട്രാൻസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡ്സ് ആണ്. ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്സിനേക്കാളും വളരെ വേഗത്തിൽ സബ്ജക്റ്റിനെ ട്രാൻസിലേക്ക് എത്തിക്കാൻ റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് സാധിക്കും. ഇതിൽ പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ കൺപോളകളെ റിലാക്സ്ഡ് ആക്കി അതിലൂടെ ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമായിരിക്കാം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സ്കിൻ എന്ന് പറയുന്നത്, ഏറ്റവും കനം കുറഞ്ഞ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ കൺപോളകളാണ്. അതുകൊണ്ട് തന്നെ കൺപോളകളെ വളരെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായി നമുക്ക് റിലാക്സ് ചെയ്യിക്കാൻ സാധിക്കും. ഈ ഒരു മെത്തേഡാണ് റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡുകളിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും കാണുന്ന മെത്തേഡുകളെല്ലാം തന്നെ റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡുകളാണ്. മൂന്നാമത്തെ മെത്തേഡുകൾ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഇൻഡക്ഷൻ മെത്തേഡുകളാണ്. ഒരാളെ വളരെ പെട്ടെന്ന് ട്രാൻസിലേക്ക് എത്തിക്കാനായി ഇൻസ്റ്റന്റ് ഇൻഡക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഷോക്ക് ഇൻഡക്ഷൻ പോലെയുള്ള സബ്ജക്റ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കോൺഷ്യസ് മൈൻഡ് കൺഫ്യൂസ്ഡ് ആവുകയും അതിലൂടെ ക്രിട്ടിക്കൽ മൈൻഡിനെ ഓവർകം ചെയ്ത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ക്രിട്ടിക്കൽ മൈൻഡ് എന്താണ് എന്നറിയാനായി നമ്മുടെ വീഡിയോ നമ്പർ 1 കാണുക. പലപ്പോഴും പെർഫോമൻസ് ഹിപ്നോസിസുകളിൽ, അതായത് സ്റ്റേജ് ഹിപ്നോസിസിലും സ്ട്രീറ്റ് ഹിപ്നോസിസിലും ഇൻസ്റ്റന്റ് ഇൻഡക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അത് അതിൻ്റെ വിഷ്വൽ അപ്പീൽ കൂടി കണക്കിലെടുത്താണ് ഉപയോഗിക്കുന്നത്. ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാനായി 8 മുതൽ 12 വരെ മിനിറ്റുകൾ എടുത്തേക്കാം. ഒരുപക്ഷെ അതിൽ കൂടുതലും എടുക്കേണ്ടി വന്നേക്കാം. റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 മിനിറ്റിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാം. ഇൻസ്റ്റന്റ് ഇൻഡക്ഷൻ മെത്തേഡ് 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു സംശയം ഉണ്ടാകാം, 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് 10, 12, 15 മിനിറ്റ് എടുത്തുകൊണ്ട് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, ക്ലാസിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് 99% പേരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും. റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് 30 മുതൽ 40% വരെ ആളുകളെ മാത്രമേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇൻസ്റ്റന്റ് ഇൻഡക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ നല്ല സബ്ജക്റ്റുകളായ വെറും 15 മുതൽ 20% വരെ വരുന്ന ആളുകളെ മാത്രമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇതിലേത് മെത്തേഡ് ഉപയോഗിക്കണം എന്ന് ഹിപ്നോട്ടിസ്റ്റ് തീരുമാനിക്കുന്നത്. ഹിപ്നോസിസിനെ കുറിച്ച് വളരെ രസകരമായ മറ്റൊരു വിവരവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.